നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽ കിസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ അതായത് ചെറുപ്പകാലം തൊട്ട് തന്നെ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഒരു അനുസരണ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒരു ലൈൻ ഉമ്മയുണ്ട്, ഇത്താത്തണ്ട്, അനിയത്തിണ്ട്, ആൻറ്റി ഉണ്ട്, അങ്കിളുണ്ട്, ആങ്കിളിന്റെ ആൻറ്റിന്റെ മക്കളുണ്ട്, ഉമ്മാമുണ്ട്, ഉമ്മാമാന്റെ ഉമ്മയുണ്ട്. ഇത്രയും ആൾക്കാർ വീട്ടിലുണ്ട്. അയ്യോ, അടിപൊളിയാണല്ലോ, സുഖല്ലേ? ഒരുപാട് ആളുണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ? ജോയിന്റ് ഫാമിലിയാണ്. പേരെന്താണ്? ലിയ. വീട്ടിൽ എന്തൊക്കെ ജോലി, മീൻസ് പാചകമൊക്കെ അറിയാവോ? എന്തൊക്കെ അറിയാം ലിയോ കുട്ടി? തക്കാളി കറി ഉണ്ടാക്കും. നല്ല കറിയല്ലേ ഇത്? ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് എനിക്ക്. തക്കാളി കറി ഉണ്ടാക്കും. പിന്നെ ഓംപ്ലേറ്റ് ഉണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ? ഡ്രോയിങ്. ഒരു കുഴപ്പമില്ല, ഇഷ്ടമുള്ളൊരു പാട്ട് പഠിക്കും. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവർ കൊഞ്ചി പറഞ്ഞ കഥ, അവർ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ, തുഞ്ചൻ പറമ്പിൽ നിന്നും നല്ല പഞ്ചവർണ്ണ കിളി പറന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവർ കൊഞ്ചി പറഞ്ഞ കഥ, അവർ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. അടിപൊളി അല്ലേ? ശരി. സ്കൂൾ പരിപാടിക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ എല്ലാവരും? എല്ലാ പരിപാടിക്കും പങ്കെടുക്കാറുണ്ടോ? നല്ല വിദ്യാലയമാണ്, നല്ല രസമുള്ള സുന്ദരമായിട്ടുള്ള വിദ്യാലയമല്ലേ? ഒരു മടുപ്പ് തോന്നുന്നില്ല വിദ്യാലയത്തിനോട് അല്ലേ?
എപ്പോഴാണെന്ന് അറിയാം നമുക്ക് ഇവിടുന്ന് പഠിച്ച് UP ഒക്കെ കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ശരിക്കും ഫീൽ ഉണ്ടാവുക. ഇപ്പോൾ ചിലപ്പോൾ മഴയൊക്കെ കാണുന്ന സമയത്ത് പനി, തലവേദന ഇങ്ങനെയൊക്കെ പറയും. കൊമ്പോട് കൂടി ജനിക്കുന്നത് ആരാണ്? കൊമ്പെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ കൊമ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. കൊമ്പോട് ജനിക്കുമ്പോൾ തന്നെ കൊമ്പോട് കൂടി ജനിക്കുന്ന മൃഗം ഏതാണെന്നുള്ളതാണ് ചോദ്യം. ലാസ്റ്റ് ഉറച്ചു നിൽക്കുന്നത് ജിറാഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജിറാഫ് എന്നുള്ളത് റൈറ്റ് ആൻസർ. ഇത് കണ്ണൂരിൽ കാൽടെക്സിൽ ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. കമ്പ്യൂട്ടറിനെയും അതുപോലെ തന്നെ മൊബൈലിൻ്റെയൊക്കെ വലിയൊരു ഷോറൂമാണ്. ഇതെന്ത് വേണമെന്ന് വെച്ചാൽ കയ്യിൽ വെക്കരുത്, നേരെ അച്ഛനെയോ അല്ലെങ്കിൽ മൂത്താർക്ക് കൊണ്ടു കൊടുക്കുക. അവരോട് കണ്ണൂർ പോകുന്ന സമയത്ത് ഈ കാർഡായിട്ട് അവിടെ പോകാൻ പറയാം. കണ്ണൂർ പോകുമ്പോൾ ഡേറ്റോ ടൈമോ ഒന്നും പ്രശ്നമല്ല. അവിടെ പോയിട്ട് അവിടെ എന്തെങ്കിലും ഇയർഫോണോ ഹെഡ്ഫോണോ അങ്ങനെ എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഒരു ഡിസ്കൗണ്ട് വൗച്ചർ കാർഡാണിത്. ഓക്കെ, ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന ഡിസ്കൗണ്ട് വൗച്ചർ കാർഡ്. ഈ കാർഡ് അവരിൽ കൊടുത്തിട്ട് അവിടെ പോയിട്ട് കൊടുക്കാൻ പറഞ്ഞാൽ മതി. എവിടെ? ഷോറൂമിൽ. കാൽടെക്സിലാണ് കേട്ടോ ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ അവിടെ കൊടുക്കാൻ പറഞ്ഞാൽ മതി. നമുക്ക് രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകാം. ആടിന് കൊമ്പില്ലേ? ജനിക്കുമ്പോൾ ആടിന് കൊമ്പില്ല. സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് ഈസി റൗണ്ടാണ്. ഈസി റൗണ്ടിൽ ചേട്ടൻ വേറെ ചോദ്യം ചോദിച്ചോട്ടെ. ഓക്കെ, സെക്കൻഡ് റൗണ്ട് ഈസി റൗണ്ട്. ഏത് സസ്യത്തിനാണ് ഒറ്റ ഇല മാത്രം ഉള്ളത്? താമരയ്ക്കാണോ, കപ്പയ്ക്കാണോ, വാഴയ്ക്കാണോ, ചേനയ്ക്കാണോ? ഏത് സസ്യത്താണ് ഒറ്റ ഇല മാത്രം ഉള്ളത്? ഒരു ഇല മാത്രം ഉള്ളത്? താമര. ആലോചിച്ച് പറ. താമരയ്ക്കാണോ, കപ്പയ്ക്കാണോ, വാഴയ്ക്കാണോ, ചേനയ്ക്കാണോ? ഒരു ഇല മാത്രം ഉള്ളത്? ചേനക്കൊരു ഇലയേ ഉള്ളൂ. വാഴക്ക് കുറേ ഇലയുണ്ടല്ലേ. താമരയ്ക്കും കപ്പക്ക് ചേനക്ക് കപ്പക്കലി ഇല്ലേ? ഇല്ലേ? കുറേ ഇലയുണ്ടാ ചേനക്ക്? ഒറ്റ ഇല വരുന്നതാണ്. അപ്പൊ ചേനയാണ് ഒരു ഇല മാത്രം ഉള്ളത്. റൈറ്റ് ആൻസർ. ഒരു ഇല മാത്രം ഉള്ളത് ചേനയ്ക്കാണ് കേട്ടോ.
ആലോചിക്കുക, ശരിക്കും ആലോചിച്ചാൽ മതി. ഈ ജീവിൻ്റെ കൂടെ ഒരു ചെറിയൊരു പേരും കൂടി ചിലപ്പോൾ ചേർത്തിട്ടും ഒരു ജീവിൻ്റെ പേര് നമ്മൾ പറയുന്നുണ്ട്. ആ പേരിൽ ഒരുപാട് സിനിമ പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്, സിനിമ ഇറങ്ങിയിട്ടുണ്ട് ആ പേരിൽ. ഞാൻ ചിലപ്പോൾ മാൻ മയിൽ ഇതിലേതാ? മോളെന്ത് പറയുന്നു? എടാ, ഏത് ജീവികളെയാണ് പെർഫ്യൂം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? സിമ്പിളാണ്. മാന. ഈ രണ്ട് ഭാഗത്തു നിന്ന് മാന വന്നിരിക്കുന്നത്. മയിലല്ല, ജിറാഫ് അല്ലേ, സീബ്രയല്ല. പെർഫ്യൂം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് മാനാണ്. ഏത് യൂട്യൂബിൽ പറ. ഏത് ഫ്ലവറിന്റെ പേരൊന്നും ഞാൻ നോക്കി വെക്കലില്ലപ്പാ. അതായത് ഈ പെർഫ്യൂം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അതെ ഞാൻ പറയട്ടെ, ചെറിയൊരു പേര് ചേർത്ത് കഴിഞ്ഞാൽ കസ്തൂരി മാനാ. കസ്തൂരി മാൻ. റൈറ്റ് ആൻസർ. അപ്പോൾ എല്ലാവരും ഈ അച്ഛനമ്മമാരൊക്കെ പറയും, എന്തിനാ വീട്ടിലിരുന്ന് യൂട്യൂബ് കാണുന്നതെന്ന് പറയാറില്ലേ? അപ്പോൾ അവർക്കുള്ളൊരു മറുപടിയാണ്. കാരണം യൂട്യൂബിലൂടെ കണ്ടിരിക്കുന്നത്. അടിപൊളിയാട്ടോ. മാനാണ് ഈ പെർഫ്യൂം ഉണ്ടാക്കാൻ ഉപയോഗിക്കുക. കസ്തൂരി എന്ന് പറയുന്ന സംഭവമുണ്ട്, കസ്തൂരി മാൻ. പഠിച്ചിട്ടുണ്ടോ കസ്തൂരി മാനിനെ കുറിച്ചൊക്കെ? അതിനൊക്കെയാണ് ശരിക്കും ഈ പെർഫ്യൂമിൻ്റെ ഒക്കെ ഒരു ഭാഗം ഉണ്ടാകുന്നത്. കസ്തൂരി മാൻ എന്നുള്ളത് റൈറ്റ് ആൻസറാണ്. ബാഗ് ആൻഡ് ബാഗ്, ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള കണ്ണൂരിൽ ഏറ്റവും വലിയ ഷോറൂമാണ്. ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന മനോഹരമായിട്ടുള്ളൊരു സമ്മാനം, എല്ലാവർക്കും കൂടിയുള്ള സമ്മാനമാണ്. അടിപിടി കൂടാൻ പാടില്ല. ഇതൊക്കെ കൃത്യമായിട്ട് ക്ലാസ് ടീച്ചറെ കയ്യിൽ ആരൊക്കെ എത്തിച്ചിട്ട് അവരോട് വീതം വെച്ചിട്ട് കൃത്യമായിട്ട് വരുന്ന രീതിയിൽ എടുക്കുക. അഴീക്കോട് സൗത്ത് UP സ്കൂളിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങളുടെ എപ്പിസോഡ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നാൽ ഇങ്ങോട്ട് വാ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ അമ്മയെ നമ്മൾ പരിചയപ്പെടാതെ പോകാൻ പാടില്ല. കാരണം അമ്മയാണ് ഇവിടെയുള്ള എല്ലാ മക്കൾക്കും ടീച്ചേഴ്സിനൊക്കെ 29 വർഷമായിട്ട് നല്ല സുന്ദരമായിട്ടുള്ള സ്വാദുള്ള ഭക്ഷണം വെച്ച് കൊടുക്കുന്നത് അല്ലേ? എത്ര വർഷമായി? 94 വന്നത്. 94 വന്നെയാണ്. അന്ന് വരുന്ന സമയത്ത് ഈ സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു? പഴയ സ്കൂൾ. ഒരുപാട് മാറ്റം വന്നില്ലേ? ഓക്കെ, സന്തോഷം. ഞാൻ പഠിച്ച സ്കൂൾ ഇവിടെയാണ് പഠിച്ചിരിക്കുന്നത്. മുതൽ 7 വരെ എൻ്റെ കുടുംബം മുഴുവൻ, എൻ്റെ ഭർത്താവ്, മക്കള്, എല്ലാവരും മക്കള് എല്ലാം ഇവിടെയാണ് പഠിച്ചത്. 29 വർഷമായിട്ട്. ഇന്ന് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, അടിപൊളി ഫുഡാണ്. അമ്മ വെച്ചതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ? സാമ്പാറാണോ? മോര് അല്ലേ? മക്കൾക്ക് ഭയങ്കര ഇഷ്ടം മോരാണ് കേട്ടോ. വിശാലാണ്, വലിയ സന്തോഷം പരിചയപ്പെടാൻ പറ്റിയല്ലേ കേട്ടോ. 29 വർഷം ഒരു സ്ഥാപനത്തിൽ, പ്രത്യേകിച്ച് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ജോലി ചെയ്യുക. എത്ര ആൾക്കാരെ കണ്ടു, എത്ര ആൾക്കാർ വന്നു പോയല്ലേ? കുട്ടികൾ ജോലി എടുത്തു എന്നെ കാണാൻ വരാറുണ്ട്. ഗൾഫിലെല്ലാം. പേരെന്താണ് അമ്മയുടെ? ഗിരിജ. എവിടെ സ്ഥലം? എവിടെയാണ്? അഴീക്കോട് പുന്നക്കപ്പാറ. ഓക്കെ, അപ്പോൾ സന്തോഷം, കാണാം. ഒരുപാട് കുട്ടികൾ പഠിച്ചു പോയി, അവരെന്നെ കാണാൻ വരാറുണ്ട്. അതല്ലേ? എനിക്ക് മോര് ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സ്കൂൾ ജീവിതമാണ്. രാവിലെ വന്ന് വൈകുന്നേരം പോകുമ്പോഴേക്കും എല്ലാ വിഷമവും മറന്ന് അതിലേറ്റവും വലിയ സന്തോഷം. ഓക്കെ, താങ്ക് യു കേട്ടോ. താങ്ക് യു. ശരി. അപ്പോൾ എന്തായാലും 29 വർഷം ഗിരിജാമ്മ ഒരു വിദ്യാലയത്തിൽ നിൽക്കുക. എത്ര ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, വലിയ രക്ഷ. അപ്പോൾ ഒരു അടിപൊളി പാട്ട് കൊടുക്കാൻ നമുക്ക് നിർത്താം. ഇഷ്ടമുള്ളൊരു പാട്ട്. റെഡി, സ്റ്റാർട്ട്. പുത്തിരി കത്തിച്ച് കൽബിൽ തേനൊലിക്കണ രാവിന്റെ ചോട്ടില് മുത്തഴകത്തൊരു മാല ചുടണ രോള്, മാറിന്റെ കൽബില് ആനന്ദം മുത്തുന്ന ചെഞ്ചെറു മുഞ്ചുള്ള നാള്, വളർന്ന പത്ത് കിതാബിന്റെ ചോട്ടില് ഓനെഴുതുന്നൊരു രാവ്, തങ്ങോളാണേ രാവോളാണേ ഇൻസെന്നൂരിൽ നിന്നോരാണേ, ഓരോരുത്തരും ഓരോരുത്തരം ആലങ്ങളിൽ ഞാനാ തരം, തഞ്ചത്തില് താളത്തില് കാനോത്തിന് പാടുന്നൊരു ബോളത്തില് കൂട്ടായിട്ടാടാനയാളും, ഓളിന്നോ നിന്നൊരു വ്യത്യാസവുമില്ലെന്നത് എന്നുള്ളൊരു കാലത്തിൽ കാണാനോ.
താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. അഴീക്കോട് സൗത്ത് യു പി സ്കൂളിൽ വെച്ചിട്ടാണ് ഇമേജ് മൊബൈൽ കിസിൻ്റെ എപ്പിസോഡുകൾ ചിത്രീകരിച്ചത്. എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള നിമിഷത്തിലൂടെയാണ് ഇവരെല്ലാവരും കടന്നു പോകുന്നത്. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത മനോഹരമായിട്ടൊരു നിമിഷമാണ്. നമ്മൾ ഈ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു, ഈ വിദ്യാലയത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അതെപ്പോൾ മനസ്സിലാക്കും? ഈ വിദ്യാലയത്തിൻ്റെ പടി ഇറങ്ങി പോകുമ്പോഴാണ് നമ്മളൊക്കെ തീർച്ചയായും പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം ഇനിയും നമുക്ക് ഈ വിദ്യാലയത്തെ ഒരു ഗംഭീരമാക്കണം. അപ്പം നല്ല ശമ്പളമൊക്കെ കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ സഹായിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും സന്തോഷം, നന്നായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നല്ല നല്ല ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഞങ്ങൾക്ക് അയച്ചു തരാം. മൂന്നാമത്തെ റൗണ്ടിൽ ഞങ്ങൾ ചോദിക്കും. ഉത്തരം പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആരാണോ ചോദ്യം അയച്ചതെന്ന് അവർക്കുള്ളതാണ് സമ്മാനം. ശരി, എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ സ്ഥലത്ത് വെച്ച് നമുക്ക് പുതിയ മുഖങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ. ബൈ. ഒരു ടാറ്റ പറഞ്ഞേ. ബൈ. ഓക്കെ.